എടോ നിങ്ങളെ ഈ ചെറുപയർ വെച്ച് ഇങ്ങനെ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇതാവുമ്പോൾ രാവിലത്തേക്കിനും ഉച്ചയ്ക്ക് ചോറിനും എല്ലാം ഈ ഒരൊറ്റ കറി മതി. എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നാൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ഇതുണ്ടാക്കാനായി നമ്മളൊരു കുക്കർ ഒന്ന് എടുത്തു വെക്കാട്ടോ. ഈ കുക്കറിലേക്ക് ഒരു കപ്പോളം ചെറുപയർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെറുപയർ ആദ്യമേ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇത് ഇങ്ങനെ ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഈ കുക്കറിൽ തന്നെ ഇട്ടങ്ങ് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതിയാവും. നമ്മൾ ഒരുപാട് പാത്രങ്ങളൊന്നും അഴുക്കാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഒരുപാട് ഇട്ടങ്ങ് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് ഇതിന്റെ കളർ ഒന്ന് മാറും, അതുവരെയും മതിയാവും. ഇപ്പൊ ദാണ്ട് ഇതിന്റെ കളർ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ പരുവം വരെയൊക്കെ ഒന്ന് മതിയാവും. ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം. വീണ്ടും അതേ കുക്കറിലോട്ട് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഇതിപ്പോ സവാള ഒരു വലുതായതുകൊണ്ട് കേട്ടോ ഞാൻ ഒരെണ്ണം എടുത്ത്, ചെറുതാണെങ്കിൽ 2 എടുക്കണം. പിന്നെ ഒരുപാട് ഇട്ട് വയറ്റി കളറൊന്നും മാറ്റണ്ട. അതാണ്ട് ഈ പരുവം വരെ ഒന്നങ്ങ് വയറ്റിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയും ചെറുതാണെങ്കിൽ 2 എടുക്കണം. ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വയറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതിയാവും. അതാണ്ട് ഈ പരുവം വരെയൊക്കെ ഒന്ന് വെന്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് വഴറ്റിയെടുക്കാൻ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അതാണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതിന്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ പരുവം വരെയൊക്കെ മതിയാവട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പാലാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പശുവിൻ പാൽ ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലും മതി. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതിയാവട്ടോ. ഇത് ചേർത്ത് ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ പാലും കൂടെ ഒക്കെ ചേർക്കുമ്പോഴേക്കും ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത ചെറുപയറൊക്കെ ഞാൻ നല്ലപോലെ ഒരു 2-3 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. കഴുകി അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ചെറുപയർ അങ്ങനെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്യാട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളം ഒന്ന് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ചേർത്ത് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെയും ഉപ്പ് ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ വെള്ളം പോരാൻ തോന്നിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ വെള്ളമൊക്കെ നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് മാറ്റാട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു 6 വിസിൽ വരെ വേവിക്കാട്ടോ. ഈ ചെറുപയറൊക്കെ അത്യാവശ്യം ഇച്ചിരി വേവുള്ളതാണ്. അപ്പം കുറച്ച് താമസിക്കും കേട്ടോ വെന്ത് വരാൻ. പ്രത്യേകിച്ച് നമ്മൾ കുതിർത്തൊന്നും വെച്ചിട്ടില്ല. അതാണ് ഇപ്പോൾ ഒരു 6 വിസിലൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഓപ്പൺ ആക്കി നോക്കിയതാട്ടോ. നമ്മുടെ ചെറുപയറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ ഒരു ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് നമുക്ക് ഫ്ലെയിം വീണ്ടും ഒന്ന് ഓൺ ആക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു ചെറിയ പീസ് ബട്ടർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്താലും മതി. കൂടെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. ഈ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നവരെയും ഒന്നങ്ങ് തിളപ്പിച്ചാൽ മതിയാവും. പിന്നെ എനിക്ക് ഇത്രയും ഞാൻ കുറച്ച് തിക്കായിട്ടാട്ടോ ഈ കറി ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ നല്ല ചൂട് വെള്ളം തന്നെ ഒഴിച്ച് ഒന്നും കൂടെ അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. ഇത് ഇനി നമുക്ക് ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പൊ ഇനി ഒരു അടാർ റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.